എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ജൂൺ 4 വരാൻ പോവുകയാണ്. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടലും കിഴക്കലൊക്കെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഇന്ന് പുതിയ സർവേ കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുകയാണ്. LDF എത്ര സീറ്റ് കിട്ടും, UDF എത്ര സീറ്റ് കിട്ടും, ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ സർവേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ചർച്ചകളൊക്കെ തന്നെ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് പേരാമ്പ്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫോക്കസ് മൊബൈൽ ഷോപ്പിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ നമുക്ക് ചില ആളുകളോട് അഭിപ്രായങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയായിരിക്കും ജൂൺ 4 ജനവിധി എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കണം. എൻ്റെ പേര് ഓക്കെ. ഞങ്ങൾ ഇന്ത്യൻ ട്രൂത്തിൻ്റെ ഒരു ന്യൂസ് ചാനലാണ്. അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ജനവിധി 4-ാം തീയതി റിസൾട്ട് പുറത്തു വരികയാണ് അല്ലേ? അപ്പോൾ ഏത് മണ്ഡലത്തിലാണ് വോട്ട്? വടകരയാണ്. ഓക്കെ, വടകരയാണ്. അപ്പം ഞങ്ങൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി സഹിതം ഞങ്ങളുടെ ഡിന്നർ കോഴിക്കോട് 3 സ്റ്റാർ ഹോട്ടൽ വെച്ച് നൽകുന്നതാണ്. കൃത്യമായ ഓർഡർ. വടകരയിൽ ആര് ജയിക്കും എന്നാണ്, എത്ര വോട്ടിന് ജയിക്കും എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്ന് പറയാൻ പറ്റും? വടകരയിൽ ടീച്ചർ തന്നെയായിരിക്കും. എത്ര വോട്ട് കിട്ടും? വോട്ട് അറിയില്ല. അങ്ങനെ ജനങ്ങൾ ഏകദേശം ഒരു ഇതുണ്ടാവില്ല. ഞാനിപ്പോ നാട്ടിലില്ലാത്തതുകൊണ്ട് അത്ര ചേച്ചി പറയാൻ പറ്റുമോ എത്ര വോട്ട് കിട്ടും? ടീച്ചർ ജയിക്കും എന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് കാണാം, വീണ്ടും കാണാം. താങ്ക് യു. റെഡിയാണെങ്കിൽ പെരാമ്പ്രയാണോ? എരവട്ടൂർ പാറപ്പുറാണ്. അപ്പം വടകര മണ്ഡലത്തിലാണ് വോട്ട്. ഓക്കെ. അപ്പം ജനവിധി 4 നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അല്ലേ? ഓക്കെ. വടകര മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് താങ്കൾ? വടകര മണ്ഡലത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഷാഫി ജയിക്കാനാണ് സാധ്യത. എത്ര വോട്ടിന് ജയിക്കും? എന്തായാലും 50,000-ൽ കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത. കേരളത്തിലെ ഏകദേശം എത്ര വോട്ട് UDF കിട്ടും, LDF എത്ര സീറ്റ് കിട്ടും, എങ്ങനെയാണ്? LDF 3 സീറ്റ് കിട്ടും. 3 കിട്ടും. അപ്പോൾ 17 സീറ്റ് UDF. ഓക്കെ. ഇന്ത്യ ആര് ഭരിക്കുമെന്നാണ് താങ്കളുടെ? NDA ആണോ ഇന്ത്യ മുന്നണിയാണോ? ഇന്ത്യ മുന്നണിയാണ് സാധ്യത കാണുന്നത്. സർവേ ഫലങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ കോഴിക്കോട് 5 സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ട് ഒരു ഡിന്നർ ഉണ്ടാവും. ഓക്കെ, അറിയിക്കാം. കാണാം. ഓക്കെ. എന്താ പേരെന്താ? പേരാമ്പ്രയാണോ? അതെ. ഓക്കെ ഓക്കെ. വടകര മണ്ഡലമാണ് അല്ലേ? വടകര മണ്ഡലം. അപ്പോൾ നമ്മുടെ പുതിയ സർവേ ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇന്ത്യ ആര് ഭരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? കഴിഞ്ഞ 2 ടേമിലും നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഈ ഭാരതം ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് തന്നെ ജനങ്ങൾ വീണ്ടും ഈ നല്ല സദ്ഭരണത്തിനൊരു ടേമും കൂടി ജനങ്ങൾ കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രി ആയിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും. കാരണം മറ്റൊരു നല്ലൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരെ ഇന്ത്യ മുന്നണി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ. അപ്പം ഏകദേശം എത്ര സീറ്റ് ലഭിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്? അത് ഏകദേശം 350-ന്റെ മുകളിലുള്ളൊരു സംഖ്യ ഒന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ 20 സീറ്റിലാണ് മത്സരിക്കുന്നത്. NDA, LDF, UDF 3 മുന്നണികളാണ് പ്രധാനമായിട്ട് മത്സര രംഗത്തുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ BJPക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എവിടെയൊക്കെ ആയിരിക്കും? അത് തീർച്ചയായിട്ടും തൃശ്ശൂർ നല്ലൊരു പ്രതീക്ഷയോട് തിരുവനന്തപുരത്ത് പ്രതീക്ഷയുണ്ട്. ഓക്കെ. രണ്ടിടത്തിൽ സീറ്റ് വിജയിക്കും തന്നെയാണ് കരുതുന്നത്. വിജയ പ്രതീക്ഷയാണ്. ഓക്കെ. അതെ. കാരണം ഇതുവരെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം NDA മുന്നണി ഈ കേരളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ശക്തമായ ത്രികോണ മത്സരമാണ് പല സ്ഥലത്തും കാഴ്ചവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയതും കാണുന്നുണ്ട്. എന്തായാലും ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. താങ്കൾ പറഞ്ഞ ഈ ഉത്തരം ശരിയാണെങ്കിൽ ഞങ്ങൾ താങ്കളെ വീണ്ടും കാണും. ഞങ്ങൾ നിങ്ങളുടെ ഫാമിലി സഹിതം ഒരു ഡിന്നർ ഞങ്ങൾ കോഴിക്കോട് 3 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നൽകും. ഉത്തരം റെഡിയാണെങ്കിൽ. അതായത് NDA 350-ലധികം സീറ്റ് ലഭിക്കും എന്ന് താങ്കൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശരിയായ ഉത്തരമാണെങ്കിൽ താങ്കൾക്കും താങ്കളുടെ ഫാമിലിക്കും കോഴിക്കോട് വെച്ചൊരു ഡിന്നർ ഓക്കെ ആയിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ. ഫോക്കസ്
ഡിജിറ്റൽ സ്റ്റോർ കേരളത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ചില അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പം റിസൾട്ട് 4-ന് വരികയാണ്. ജൂൺ 4-ലാണ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം കേരളത്തിൽ 20 സീറ്റിലാണ് LDF ഉം UDF ഉം NDA മത്സരിക്കുന്നത്. അപ്പം LDFന് എത്ര സീറ്റ് കിട്ടും, അതുപോലെ തന്നെ UDFന് എത്ര സീറ്റ് കിട്ടും, NDA അക്കൗണ്ട് തുറക്കുക എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ ഫാമിലി സഹിതം കോഴിക്കോട് 5-സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ട് ഡിന്നർ ഞങ്ങൾ താങ്കൾക്ക് നൽകും എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ എത്ര സീറ്റിൽ LDF ജയിക്കും? കേരളത്തിലെ പറയാൻ പറ്റിയില്ല, പക്ഷേ വടകര നിയമത്തിൽ പറയാം. വടകര എന്താ? നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ടീച്ചർ ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ടീച്ചർ ജയിക്കും തീർച്ചയായിട്ടും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും? അതിപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് ഏകദേശം ഒരു 13,340. 13,340. ഈ ഉത്തരം റെഡിയാണെങ്കിൽ താങ്കൾക്കും ഫാമിലിക്കും ഞങ്ങൾ കോഴിക്കോട് 5-സ്റ്റാർ ഹോട്ടൽ വെച്ച് ഒരു ഡിന്നർ നൽകും. എന്തായാലും അതെ. അപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നത്, ഇന്ത്യ ആര് ഭരിക്കുമെന്നാണ്? NDA സഖ്യമാണോ അല്ല ഇന്ത്യ മുന്നണി? ഇന്ത്യ മുന്നണി. ഓക്കെ. എത്ര സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്? അത് കൃത്യമായി പറയില്ല. സർവേ ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ഓക്കെ. അപ്പൊ വടകരയിൽ ഏതാനും മണിക്കൂറല്ലേ ബാക്കിയുള്ളൂ. അതെ, വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അത് 13,340 വോട്ട്. ഓക്കെ, വീണ്ടും കാണാം. നമസ്കാരം. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 20 സീറ്റിലാണ് LDF ഉം UDF ഉം അതുപോലെ തന്നെ NDA മത്സരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുന്നത് വടകര മണ്ഡലത്തിൽ ആര് ജയിക്കും, എത്ര വോട്ടിന് ജയിക്കും എന്നുള്ളത്. ഇതിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ താങ്കളുടെ ഫാമിലിക്ക് കോഴിക്കോടുള്ള 5-സ്റ്റാർ ഹോട്ടൽ വെച്ചൊരു ഡിന്നർ ഒരുമിച്ച് കഴിക്കാനുള്ള അവസരം ഉണ്ടാവും. ആര് ജയിക്കും? ഷാഫി പറമ്പിലാണ് നമ്മൾ. ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ എത്ര വോട്ടിന് ജയിക്കുമെന്നാണ് താങ്കൾക്കാണ്? അറൗണ്ട് ഒരു 1 ലാക്ക്. 1 ലാക്ക്. 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. അതെ, ഭൂരിപക്ഷം. അപ്പം താങ്കൾ എന്താണ് പറയുന്നത്? ഷാഫിയാണോ? ഓക്കെ. അപ്പോൾ എത്ര വോട്ടിന് ജയിക്കുമെന്നാണ്? 1 ലക്ഷം അദ്ദേഹം പറഞ്ഞു. 20,000. 25,000 വോട്ടിന് ജയിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. 20,000 വോട്ടിന്. ഓക്കെ. കേരളത്തിൽ LDFനും UDFനും അത് NDA ഒക്കെ അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ? UDFന് എത്ര സീറ്റ് കിട്ടും, അതുപോലെ തന്നെ LDFന് എത്ര സീറ്റ് കിട്ടും? എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? 5 സീറ്റ് LDFനും 15 സീറ്റ് UDF. BJP അക്കൗണ്ട് തുറക്കില്ല. താങ്കൾ എങ്ങനെ? BJP തൃശ്ശൂർ ഒരു പക്ഷേ സാധ്യതയുണ്ട്. പിന്നെ തിരുവനന്തപുരം 2 സീറ്റിലാണ് സാധ്യത. പാലക്കാട് ഒരു പക്ഷേ. ഇത് 2 ചില സാധ്യത ഉള്ളതാണല്ലോ, അറിവ് വെച്ചിട്ടാണ്. ഓക്കെ. ഇത് ഉത്തരം വളരെ കൃത്യമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ തന്നെ. അപ്പം നമ്മൾ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ ഇന്ന് ആരാഞ്ഞു. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം ഉള്ളവർ തന്നെയാണ്. പലരും LDFൻ്റെ സീറ്റ് നിലയും പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയോട് സംസാരിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ വടകര മണ്ഡലത്തിലെ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണയോടെ നമ്മളോട് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജൂൺ 4 വരെ നമുക്കറിയാം. കൃത്യമായി ഉത്തരം പറഞ്ഞ ആളുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിന്നർ നമ്മൾ കോഴിക്കോടുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടൽ വെച്ച് ഒരുമിച്ച് കഴിക്കാനുള്ളൊരു അവസരം കൂടി ഇതിന് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തായാലും അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.